അതുകൊണ്ട് 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 നീ വേണം അവരെ ഹാൻഡിൽ ചെയ്യാൻ. ഓ പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ അങ്ങോട്ട് ചെന്നാലും മതി. എന്നെ കൊണ്ട് പറ്റില്ല കേട്ടാ. അവറ്റങ്ങളെ ശല്യം സഹിക്കാനും അനുഭവിക്കാനായിട്ട് ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. എടി ഈ കല്യാണം മുടങ്ങാണ്ട് നോക്കേണ്ടത്, ഈ ഫംഗ്ഷൻ കലങ്ങാണ്ടിരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്ത. അതെങ്ങനെ എന്റെ ഉത്തരവാദിത്തമാണ്? ഇവിടെ എന്റെ ദാമ്പത്യം തകർന്ന് നോക്കാൻ തന്നെ ആരുമില്ല, പിന്നല്ലേ നിന്റെ. എടി ഈ കല്യാണം അവന്മാര് കലക്കിയല്ലേ. നിന്റെ കൊറേ പഴയ കാമുകനായിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കും. അപ്പൊ ഒരു തീരുമാനം. ഏത് 10 വർഷമായിട്ടും നീ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ മറന്നുപോയി. പിന്നെ മാത്യുവിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ തപ്പിയെടുത്തപ്പോ കിട്ടിയതാ. പിന്നെ എന്തെങ്കിലും ഉപകാരം വരില്ലോ എന്ന് വെച്ചു. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഈ കല്യാണം കൊള്ളാക്കാണ്ട് നോക്കണം, അത്രല്ലേ വേണ്ടൂ. അത് ഞാൻ ഏറ്റു. താങ്ക് യു മുത്തേ. മാറി. സിമിക്ക് ഇത് എന്താണ് പറ്റിയ? ആകെ സാഡാണല്ലോ. അതൊന്നും നീ നോക്കണ്ട. വേണ്ടേ? ആകെ ലോക്ക. എടി ബീക്കോങ്കാരെല്ലാരും വന്നാ? എനിക്കൊന്നും അറിയാൻ പാടില്ല. നീ ഇതെങ്ങട്ടാണ് ഈ കമ്പിളിക്ക് മൂടിപ്പൊത്തിച്ച്? ഓ ഒന്നും പറയണ്ട, ഓരോ മെയിൽ ഷോവനിസം. എന്ത്? നീ വന്നേ. ഈ ടെൻഡി ഇവിടെ ലൈറ്റ് ഒക്കെ നന്നായിണ്ടല്ലേ? അടിപൊളിയായിണ്ട്. അതെ, മുതലാളിയുടെ സ്വന്തം കെയർ ഓഫിൽ വന്നിട്ടുള്ള വർക്കാ. അറിയാം. ബാച്ചിലേഴ്സ് പാർട്ടിയാ. അവര് ചിലപ്പോ കുടിക്കാൻ നിർബന്ധിക്കും, മദ്യം ഉണ്ടാവും. നിർബന്ധിച്ച കഴിക്കാല്ലേ? നിർബന്ധിച്ചേക്കല്ലേ? നിന്റെ ഈ കുഴച്ച മാവ് പോലത്തെ വയർ ഞാൻ അടിച്ചു പരത്തുട സോജ. മുതലാളി യൂട്യൂബ് ഷേവിംഗ് മീ സോജ. അതെ, ഇത് നിന്റെ ലാസ്റ്റ് വാണിംഗ്. നോക്കിയേ, ഇനി നീ വെള്ളടിച്ച നിന്നെ മാത്രല്ല അവരെ അന്യം കൂടി പിടിച്ച് പുറത്താക്കും. മനസ്സിലായ? അതുകൊണ്ട് നീ ഇവിടെ നിന്നിട്ട് ഈ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അങ്ങോട്ട് ചെയ്യാം. അപ്പൊ മുതലാളിയോ? എനിക്ക് വേറെ പരിപാടി ഉണ്ട്. മനസ്സിലാവുണ്ട്. ആയിക്കോട്ടെ. ഇനി അറിഞ്ഞ എന്നാലും നമ്മുടെ മാത്യൂസിന് എന്ത് പറ്റി? അവൻ നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ പാടണ്ട. നമ്മൾ അവരോട് മിണ്ടാറും കൂടി ഇല്ല. അതൊക്കെ ഒരു കാലം, പലതും മിസ് ചെയ്യുന്നു. മിക്സ് ആവുന്നുണ്ട്. നമ്മൾ എന്നോട്ടാണ് അവരായിട്ട് ഐക്യം പ്രഖ്യാപിച്ചത്? അതൊക്കെ പഴയ കേസിൽ നീ അത് വിട്. അങ്ങനെ വിടാനൊന്നും പറ്റുന്നില്ല. ശരിയാണോ അവൻ കാണിച്ചത്? നീയാണെന്ന് വെച്ചാ അവളാ വെച്ചത്. രണ്ടായാലും തേനില്ലേ? കൊറേ നാളായില്ലടാ കണ്ടിട്ട്. കൊറേ നാളായിടാ. എടാ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്താടാ. കൊറേ സമയല്ലടാ എടുക്കാ. എന്താടാ നീ പെൺപിള്ളേരെ മാത്രം എടുക്കും? നമ്മുടെ കൂടി ഇടറാ. പെൺപിള്ളേരെ മാത്രമേ എടുക്കത്തുള്ളൂ. അതെന്താടാ? ഓടാ. അളിയ വിഷ്ണു, കിരണേ നിനക്ക് ഹൈറ്റ് വെച്ചാടാ. പിന്നെ നമ്മുടെ മാക്സിലെ ലിമോ ഒന്നും മറന്നിട്ടില്ല. വരുമ്പോ നമുക്ക് ഒരുമിച്ച് പോയി പരിചയപ്പെടാം.